നമോ ഭഗവതേ വാസുദേവായ. ദശകം 22. അജാമിളോപാഖ്യാനം. വൃത്തം വംശസ്ഥം. ശ്ലോകം 1. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാകാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാകുലാം. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാകാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാകുലാം. ഭഗവത് നാമത്തിന്റെ മാഹാത്മ്യം വെളിപ്പെടുത്തുന്നതാണ് അജാമിളോപാഖ്യാനം എന്ന ഈ കഥ. ഭാഗവതം 6-ാം സ്കന്ധം ആദ്യ 3 അധ്യായങ്ങളിലായി ഈ ഭാഗം ആഖ്യാനം ചെയ്യപ്പെടുന്നു. അജാമിളോ നാമ, അജാമിളൻ എന്നു പേരുള്ള, അജാമിളൻ എന്നാൽ അജ്ഞാനഗ്രസ്തൻ എന്നാണ് ആ പദത്തിന് അർത്ഥം. മഹീസുര, ബ്രാഹ്മണൻ. ഭൂമിയിലെ ദേവനാണ് ബ്രാഹ്മണർ. പുരാ, പണ്ടുകാലത്ത്. ചരൻ വിഭോ ധർമ്മപഥാൻ, ഹേ വിഭോ, ധർമ്മപഥത്തിൽ മാത്രം ചരിക്കുന്നവനായി. ഗൃഹാശ്രമി, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിരുന്നവനായി. ഗുരോർഗിര, ഗുരോപദേശം സ്വീകരിച്ച്. ഗുരു എന്ന് പറഞ്ഞാൽ പിതാവും ആകാം, പിതാവിന്റെ ആജ്ഞപ്രകാരം. കാനനം ഏത്യ, വനത്തെ പ്രാപിച്ചിട്ട്. ദൃഷ്ടവാൻ, കണ്ടവനായി. സുദൃഷ്ടശീലാം, എന്തിലും ഏതിലും കുസലില്ലാത്ത. കുലടാം മദാകുലാം, കുലടയും മതം കൊണ്ട് ആകുലയായവളും ആയ. ശ്ലോകാർത്ഥം. സർവവ്യാപിയായ ഹേ ഭഗവാനേ ഗുരുവായൂരപ്പ, പണ്ട് ധർമ്മപഥത്തിൽ ചരിച്ചിരുന്ന ഗൃഹസ്ഥാശ്രമിയായ അജാമിളൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം വനത്തിലെത്തി. അവിടെ എന്തിലും ഒന്നിലും കൂസലില്ലാത്ത മതാകുലയായ ഒരു കുലട സ്ത്രീയെ ദർശിക്കാൻ ഇടയായി. ശ്ലോകം 2. സ്വതപ്രശാന്തോപി തദാ കൃതാശയഃ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനഃ ദധൗ ഭവത്നാമയുതേ സുതേരതിം. ഒരിക്കൽ കൂടി. സ്വതപ്രശാന്തോപി തദാ കൃതാശയഃ സ്വധർമ്മമുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനഃ ദധൗ ഭവത്നാമയുതേ സുതേരതിം. സ്വധ, സ്വതവേ, സ്വാഭാവികമായി, സ്വഭാവം കൊണ്ട്. പ്രശാന്തോ അഭി, പ്രശാന്തനാണെങ്കിലും. തഥാ ഹൃദാശയ, അവളാൽ അപഹരിക്കപ്പെട്ട ആശയത്തോടുകൂടിയവനായി. അവളാൽ അപഹരിക്കപ്പെട്ട ഹൃദയത്തോടുകൂടിയവനായി. സ്വധർമ്മം ഉത്സൃജ്യ, സ്വന്തം ധർമ്മത്തെ ഉപേക്ഷിച്ച്. തയാ, അവളോടുകൂടി. സമാരമൻ, രമിക്കുന്നവനായി. അധർമ്മകാരി, അധർമ്മ കർമ്മങ്ങളെ ചെയ്യുന്നവനായി. ദശമീ ഭവൻ പുനർ, പിന്നെ വാർദ്ധക്യം പ്രാപിച്ചപ്പോൾ. ദദൗ, ധരിച്ചു. ഭവത് നാമയുതേ, സുതേരതിം, അങ്ങയുടെ പേരുള്ള മകനിൽ രതിയുള്ളവനായി തീർന്നു. ശ്ലോകാർത്ഥം. സ്വതവേ പ്രശാന്തനാണെങ്കിലും ആ ദാസിയാൽ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായ അവൻ
സ്വധർമ്മം ഉപേക്ഷിച്ച് അധർമ്മകാരിയായി അവളോടൊത്ത് രമിച്ചു. പിന്നീട് വൃദ്ധനായി തീർന്നപ്പോൾ ഭഗവാന്റെ തന്നെ പേരുള്ള പുത്രനിൽ വാത്സല്യവും താല്പര്യവും ഉള്ളവനായി തീർന്നു. സ്വപുത്രനായ നാരായണനെ അതീവ പ്രിയത്തോടെ വിളിച്ചുകൊണ്ടേയിരുന്നു. ശ്ലോകം 3. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്ത്വസ്മൃതിവാസനാബലാദ് ജുഹാവ നാരായണ നാമകം സുതം. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാൻ ത്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാക്ത്വസ്മൃതിവാസനാബലാദ് ജുഹാവ നാരായണ നാമകം സുതം. സ അവൻ, അജാമിളൻ, മൃത്യുകാലേ മരണസമയത്ത്, യമരാജകിങ്കരാൻ യമരാജാവിന്റെ കിങ്കരന്മാരെ, ഭയങ്കരാൻ ത്രീൻ ഭയങ്കരന്മാരായ 3 പേരെ, അഭിലക്ഷയൻ ബിയാ ഭയത്തോടെ കണ്ടവനായി, പുരാ മുമ്പ്, മനാഖ് അല്പമായുള്ള, തത്സ്മൃതി വാസനാബലാത് ഭഗവത് സ്മൃതിവാസനയുടെ ബലം കൊണ്ട്, ജുഹാവ വിളിച്ചു, നാരായണ നാമകം സുതം നാരായണൻ എന്ന നാമമുള്ള സ്വപുത്രനെ. ശ്ലോകാർത്ഥം. ആ അജാമിളൻ മരണസമയത്ത് ഭയങ്കരന്മാരായ 3 യമകിങ്കരന്മാരെ കണ്ട് ഭീതിതനായി. പണ്ട് കുറച്ച് ഭഗവത് സ്മരണ ഉണ്ടായിരുന്നതിനാൽ നാരായണൻ എന്നു പേരുള്ള മകനെ പേരെടുത്തു വിളിച്ചു. നേരത്തെ ധർമാചാരിയും പ്രശാന്തനും ഭക്തനുമൊക്കെ ആയതിനാലാണ് പിന്നീട് ധർമ്മം വെടിഞ്ഞിട്ടും ഈശ്വര നാമസ്മരണ സ്വപുത്രനിൽ കൂടിയായിട്ടാണെങ്കിലും ഉണ്ടായത്. അത് പൂർവകാല വാസനാബലം തന്നെ. ശ്ലോകം 4. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയനാമാക്ഷരമാത്രവൈഭവാദ് പുരോഭിഭേദുർഭവദീയ പാർഷദാഃ ചതുർഭുജാപീതപടാമനോരമാഃ. ഒരിക്കൽ കൂടി. ദുരാശയസ്യാപി തദാസ്യ നിർഗത ത്വദീയനാമാക്ഷരമാത്രവൈഭവാദ് പുരോഭിഭേദുർഭവദീയ പാർഷദാഃ ചതുർഭുജാപീതപടാമനോരമാഃ. ദുരാശയസ്യാപി ദുരാശയൻ ആയിരുന്നെങ്കിലും, തദാസ്യ നിർഗത അവനിൽ നിന്ന് നിർഗമിച്ച പുറത്തുവന്ന, ത്വദീയ അങ്ങയുടെ, നാമാക്ഷര മന്ത്രവൈഭവാത് നാമാക്ഷരങ്ങളുടെ വൈഭവം മാഹാത്മ്യം കൊണ്ട്, പുരോ അഭിഭേദൂർ മുമ്പിൽ ആവിർഭവിച്ചു വന്നെത്തി പ്രത്യക്ഷരായി, ഭവദീയ പാർഷദ അങ്ങയുടെ ദൂതന്മാർ, ചതുർഭുജ പീതപട മനോരമ ചതുർഭുജരും മഞ്ഞപ്പട്ടാട ധരിച്ചവരും മനോഹരന്മാരുമായ. ശ്ലോകാർത്ഥം. ദുരാശയനാണെങ്കിലും അവനിൽ നിന്ന് നിർഗമിച്ച അങ്ങയുടെ നാമാക്ഷരങ്ങളുടെ മാത്രം മാഹാത്മ്യത്താൽ ചതുർഭുജരും മഞ്ഞപ്പട്ടാട ധരിച്ചവരും മനോഹരന്മാരുമായ ഹേ ഭഗവാനെ, അങ്ങയുടെ ദൂതന്മാർ
അവന്റെ മുമ്പിൽ ആവിർഭവിച്ചു, പ്രത്യക്ഷരായി. യമകിങ്കരന്മാരായ ഭയങ്കരന്മാരെ മുമ്പിൽ കണ്ടിട്ടാണ് അജാമിളൻ വല്ലാതെ ഭയന്നത്. കുലടയിൽ ഭ്രമിച്ച് ധർമാചാരങ്ങൾ ത്യജിച്ച ദുരാശയനാണ് ഇയാൾ. ഇപ്പോൾ ഈ അജാമിളൻ ഭയന്ന് വിറച്ച് സ്വന്തം പുത്രനായ നാരായണനെയാണ് ഉറക്കെ വിളിച്ചതെങ്കിലും ആ നാമാക്ഷരം ഭഗവത് നാമമായിരുന്നതിനാൽ വിഷ്ണു പാർഷദന്മാർ ഉടനെ അജാമിളനു മുമ്പിൽ ആവിർഭവിച്ചു. അതോടെ ഭയങ്കരന്മാരായ യമകിങ്കരന്മാർ അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു. അവനിൽ ഭയം ഇല്ലാതായി. ശ്ലോകം 5. അമും ച സംപാശ്യ വികർഷദോ ഭടാൻ വിമുഞ്ചദേത്യാരുരുദുർബലാദമേ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയപാപം നിഖിലം ന്യവേദയൻ. അമും ച സംപാശ്യ വികർഷദോ ഭടാൻ വിമുഞ്ചദേത്യാരുരുദുർബലാദമേ നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയപാപം നിഖിലം ന്യവേദയൻ. അമൂം അവനെ, ആ അജാമിളനെ, ച സംപാശ്യ പാശബദ്ധനാക്കി, വികർഷതോ വലിക്കുന്നവനായ, ബഠാൻ യമഭടന്മാരെ, വിമുഞ്ചത ഇതി വിമുഞ്ചതേതി, വിമുഞ്ചത പ്ലസ് ഇതി വിമുഞ്ചതേതി മോചിപ്പിക്കുവിൻ എന്ന് ആരുരുദൂർ തടയുകയും ചെയ്തു. ബലാദ് ബലമായിട്ട്, അമീ ഇവർ, ഈ വിഷ്ണുപാർഷദന്മാർ, നിവാരിത തടയപ്പെട്ടതായ, തേ അവർ, ച ഭവജ്ജനൈ ഭഗവാന്റെ ദൂതന്മാരാൽ, തഥ അപ്പോൾ, തദീയ പാപം അവന്റെ പാപങ്ങളെ, നിഖിലം നിവേദയൻ എല്ലാം നിവേദനം ചെയ്യുകയും ചെയ്തു, അറിയിക്കുകയും ചെയ്തു. ശ്ലോകാർത്ഥം. പാശബദ്ധനായി ആ അജാമിളനെ വലിക്കുന്ന യമഭടന്മാരോട് വിടുവിൻ എന്ന് പറഞ്ഞ് വിഷ്ണുപാർഷദന്മാർ ബലമായി അവരെ തടഞ്ഞു. അപ്പോൾ ഭഗവത് പാർഷദന്മാരാൽ തടയപ്പെട്ട യമഭടന്മാർ ആ അജാമിളന്റെ പാപഭാരമെല്ലാം അവരെ അറിയിച്ചു. ശ്ലോകം 6. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡനമസ്തി പണ്ഡിതാഃ ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാം ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ഭവന്തു പാപാനി പാപങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, കഥം തു പറയൂ, നിഷ്കൃതേ കൃതേ അഭി പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാലും, ദണ്ഡനം അസ്തി ശിക്ഷ എങ്ങനെയുണ്ടാകും, ഭോ പണ്ഡിത ഹേ പണ്ഡിതന്മാരെ, ന നിഷ്കൃതി കിം വിദിത പ്രായശ്ചിത്തം അറിവില്ലെന്ന് വരുമോ, ഭവാദൃശാം നിങ്ങളെപ്പോലുള്ളവർക്ക്, ഇതി പ്രഭോ തത് പുരുഷ ബഭാഷിരേ ഇപ്രകാരം ഹേ പ്രഭോ ശ്രീ ഗുരുവായൂരപ്പ അങ്ങയുടെ പുരുഷന്മാർ പറഞ്ഞു. ശ്ലോകാർത്ഥം.
അല്ലയോ പണ്ഡിതന്മാരെ, പാപങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാലും ശിക്ഷയുണ്ടോ? നിങ്ങളെ പോലെയുള്ളവർക്ക് പാപപ്രായശ്ചിത്തം നിശ്ചയമില്ലെന്ന് വരുമോ? എന്നിപ്രകാരം ഹേ ഭഗവാനെ ശ്രീനാരായണ, അങ്ങയുടെ പുരുഷന്മാർ പറഞ്ഞു. നാരായണ എന്ന 4 അക്ഷരം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തമായി എന്ന് വിഷ്ണു പാർഷദന്മാർ സമർത്ഥിക്കുന്നു. ശ്ലോകം 7. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയക പുനന്തി പാപം ലനുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതിദ്വയീം ഇതി പ്രഭോ തത്പുരുഷാബഭാഷിരേ. ഒരിക്കൽ കൂടി. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയക പുനന്തി പാപം ലലുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതിദ്വയം ഇതി പ്രഭോ തത്പുരുഷാബഭാഷിരേ. ശ്രുതിസ്മൃതിഭ്യാം, ശ്രുതികളാലും സ്മൃതികളാലും, വിഹിത വ്രത ആദയ, വിഹിതമായ വ്രതം ആദിയായവയാലും, പുനന്തി പാപം, പാപത്തെ ശുദ്ധീകരിക്കുന്നു, ന ലുനന്തി വാസനാം, വാസനകളെ നശിപ്പിക്കുന്നില്ല, അനന്തസേവാതു, അനന്തനായ ഭഗവാനെ സേവിക്കലാകട്ടെ, നികൃന്ദതി ദ്വിതീയം, രണ്ടിനെയും നശിപ്പിക്കുന്നു. അതായത് ചെയ്ത പാപത്തെയും പാപം ചെയ്യാനുള്ള വാസനകളെയും എന്നർത്ഥം. ഇതി പ്രഭോ തത്പുരുഷാ ബഭാഷിരേ, എന്നിങ്ങനെ ഹേ പ്രഭോ ഗുരുവായൂരപ്പ, അങ്ങയുടെ പുരുഷന്മാർ പറഞ്ഞു. ശ്ലോകാർത്ഥം. ശ്രുതിസ്മൃതികളാൽ വിഹിതങ്ങളായ, ശ്രുതിസ്മൃതികളിൽ വിധിച്ചിട്ടുള്ള വ്രതം തുടങ്ങിയവ പാപത്തെ ശുദ്ധീകരിക്കുന്നു, അവ വാസനകളെ നശിപ്പിക്കുന്നില്ല. എന്നാൽ അനന്തനായ ഭഗവാനെ സേവിക്കൽ കൊണ്ട് രണ്ടിനെയും, അതായത് പാപത്തെയും പാപവാസനയെയും നശിപ്പിക്കുന്നു എന്ന് ഹേ പ്രഭോ ഗുരുവായൂരപ്പ, അങ്ങയുടെ പുരുഷന്മാർ പറഞ്ഞു. ശ്ലോകം 8. അനേന ഭോജന്മസഹസ്രകോടിഭിഃ കൃതേഷു പാപേഷ്വപി നിഷ്കൃതികൃതാ യദഗ്രഹീത് നാമ ഭയാകുലോ ഹരേർ ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. അനേന ഭോജന്മസഹസ്രകോടിഭിഃ കൃതേഷു പാപേഷ്വപി നിഷ്കൃതികൃതാ യദഗ്രഹീത് നാമ ഭയാകുലോ ഹരേർ ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. അനേന ഭോ, ഹേ യമദൂതന്മാരെ, ഇവനാൽ, ജന്മസഹസ്രകോടിഭി, സഹസ്രകോടി ജന്മങ്ങളാൽ, കൃതേഷു പാപേഷു അഭി, ചെയ്യപ്പെട്ട പാപങ്ങൾക്കെല്ലാം തന്നെ, നിഷ്കൃതികൃത, പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു, യദഗ്രഹീത് നാമഭയാകുലോ ഹരേർ, എന്തെന്നാൽ ഇവൻ ഭയപരവശനായി ഹരിനാമകീർത്തനം ചെയ്തു. ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ, എന്ന് ഹേ പ്രഭു അങ്ങയുടെ പുരുഷന്മാർ പറഞ്ഞു. ശ്ലോകാർത്ഥം. ഹേ യമദൂതന്മാരെ, സഹസ്രകോടി ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾക്കെല്ലാം ഇവൻ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ ഇവൻ ഭയചകിതനായി ഹരിനാമകീർത്തനം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് ഹേ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ പുരുഷന്മാർ പറഞ്ഞു. ശ്ലോകം 9.
തൃണാമബുദ്ധ്യാഭിമുകുന്ദകീർത്തനം ദഹത്യഘൗഘാൻ മഹിമാസ്യ താദൃശക യഥാഗ്നിരേതാംസി യഥൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. ഒരിക്കൽ കൂടി. തൃണാമബുദ്ധ്യാഭിമുകുന്ദകീർത്തനം ദഹത്യഘൗഘാൻ മഹിമാസ്യ താദൃശക യഥാഗ്നിരേതാംസി യഥൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. നൃണാം അബുദ്ധ്യ അഭി, മനുഷ്യരുടെ ബുദ്ധിപൂർവകമല്ലാത്തതാണെങ്കിലും മുകുന്ദ കീർത്തനം, മുകുന്ദനെ കീർത്തിക്കൽ, ദഹതി അക ഔഘാൻ, പാപസമൂഹങ്ങളെ ദഹിപ്പിക്കുന്നു, മഹിമ അസ്യ, അതിൻ്റെ ആ നാമസങ്കീർത്തനത്തിൻ്റെ മഹിമ, താദൃശ, അപ്രകാരമുള്ളതാകുന്നു. യഥാ അഗ്നിർ ഏതാംസി, എങ്ങനെയാണോ അഗ്നി വിറകിനെ എന്ന പോലെയും, യഥാ ഔഷധം ഗദാൻ, ഔഷധം രോഗങ്ങളെ എന്ന പോലെയും, ഇതി പ്രഭോ ത്വത് പുരുഷാ ബഭാക്ഷിരേ, ഇങ്ങനെ ഹേ പ്രഭോ ഗുരുവായൂരപ്പ അങ്ങയുടെ പുരുഷന്മാർ പറഞ്ഞു. ശ്ലോകാർത്ഥം. ബോധപൂർവകമല്ലാതെയാണെങ്കിലും മുകുന്ദ കീർത്തനം ചെയ്താൽ മനുഷ്യരുടെ പാപൗഘങ്ങളെ അഗ്നിവിറകിനെ എന്ന പോലെയും ഔഷധം രോഗങ്ങളെ എന്ന പോലെയും ദഹിപ്പിക്കുന്നു. നാമകീർത്തനത്തിൻ്റെ മാഹാത്മ്യം അപ്രകാരമുള്ളതാണ് എന്ന് ഹേ പ്രഭോ നാരായണ അങ്ങയുടെ പ്രതിപുരുഷന്മാർ പറഞ്ഞു. തിരുനാമങ്ങൾ ബോധപൂർവമല്ലാതെ ഉച്ചരിച്ചാൽ തന്നെയും ഭഗവാൻ അത് ശ്രദ്ധിക്കും, കേൾക്കും, അനുഗ്രഹിക്കും എന്നാണ് ഈ പദ്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാലാണ് നാം നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ഈശ്വരനാമത്തെ വ്യക്തമാക്കുന്ന നാമധേയങ്ങൾ നൽകി ഭഗവത് സ്മൃതി ഉറപ്പിക്കുന്നത്. ഇന്ന് നിരർത്ഥങ്ങളായ പദങ്ങളെ ചേർത്താണ് കുട്ടികൾക്ക് നാം നാമധേയം കൽപ്പിക്കുന്നത്. അതിൽ പലതും ദുർഗ്രഹമാണെന്നു മാത്രമല്ല പാപാർത്ഥങ്ങളെ സൂചിപ്പിക്കുന്നതുമാണെന്ന് ഓർക്കണം. നാമധേയങ്ങൾ അർത്ഥപൂർണവും സദ്ഭാവനോന്മുഖവുമായിരിക്കണം. ഈശ്വരനാമങ്ങളായാൽ വളരെ നന്നായി. നാമങ്ങളോ കീർത്തനങ്ങളോ ഉച്ചരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഈശ്വരാർപ്പിതമല്ലെങ്കിൽ പോലും അത്തരം തിരുനാമോച്ചാരണം ഭഗവാൻ സ്വീകരിക്കുന്നു. ഏതായാലും കുട്ടികൾക്ക് നാമകരണക്രിയ ചെയ്യുമ്പോൾ പേരിൻ്റെ അർത്ഥം മാതാപിതാക്കൾ വിചിന്തനം ചെയ്യുക തന്നെ വേണം. ശ്ലോകം 10. ഇതീരിതൈര്യാമ്യഭടൈരപാശ്രിതേ ഭവദ്ഭടാനാം ച ഗണേ തിരോഹിതേ ഭവത്സ്മൃതിം കഞ്ചനകാലമാചരൻ ഭവത്പദം പ്രാപിഭവദ്ഭടൈരസൗ. ഒരിക്കൽ കൂടി. ഇതീരിതൈര്യാമ്യഭടൈരപാശ്രിതേ ഭവദ്ഭടാനാം ച ഗണേ തിരോഹിതേ ഭവത്സ്മൃതിം കഞ്ചനകാലമാചരൻ ഭവത്പദം പ്രാപിഭവദ്ഭടൈരസൗ. ഇതി ഈരിതേർ, ഇപ്രകാരം പറഞ്ഞതു കേട്ട്, യാമ്യഭടൈർ, അഭാസ്യതേ, യമഭടന്മാർ തിരികെ പോകുകയും, ഭവത് ഭടാനാം ച ഗണേ തിരോഹിതേ, അങ്ങയുടെ ഭടന്മാർ തിരോഹിതരും ആയിരിക്കെ, ഭവത് സ്മൃതിം, ഭഗവത് സ്മരണ, ഭഗവാന്റെ ധ്യാനം, കഞ്ചന കാലമാചരൻ, കുറച്ചു കാലം ശേഷിച്ച കാലം ആചരിക്കുന്നവനായി, ഭവത് പദം പ്രാപി, ഭഗവാന്റെ പദത്തെ, വിഷ്ണുപദത്തെ
പ്രാപിക്കപ്പെട്ടു. ഭവദ്ഭടൈർ അസൗ, അങ്ങയുടെ ദൂതന്മാരാൽ. ശ്ലോകാർത്ഥം: ഇപ്രകാരം ഹേ ഭഗവാനെ ശ്രീനാരായണ, അങ്ങയുടെ ദൂതന്മാരാൽ ഉപദേശിക്കപ്പെട്ട യമഭടന്മാർ തിരികെ പോകുകയും വിഷ്ണുപാർഷദന്മാർ മറയുകയും ചെയ്തു. പിന്നെ ആ അജാമിളൻ കുറച്ചുകാലം ഭഗവാനെ തന്നെ ധ്യാനിച്ചു കഴിഞ്ഞു. പിന്നെ അന്ത്യത്തിൽ ഭഗവാന്റെ ഭടന്മാരാൽ വൈകുണ്ഠപദം പ്രാപിക്കപ്പെടുകയും ചെയ്തു. അജാമിളൻ അന്ത്യത്തിൽ ശരീരം ഗംഗയിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായതത്രേ. ആ ദിവ്യാത്മാവ് അപ്പോൾ വിഷ്ണു പാർഷദന്മാരെ പോലെ തന്നെ ചതുർബാഹുവും പീതാംബരധാരിയുമായി കിരീടക്കുണ്ടലങ്ങളണിഞ്ഞ് സുവർണ വിമാനത്തിലേറി വിഷ്ണു പാർഷദന്മാരാൽ സ്വീകരിക്കപ്പെട്ട് വൈകുണ്ഠത്തിലെത്തി എന്നാണ് ഐതിഹ്യം.